കഴിച്ചോ നിങ്ങളൊക്കെ? ഈ ഡ്രസ്സും സ്വന്തം ഷോപ്പിൽ നിന്ന് തന്നെയുള്ള? അല്ല, ഇത് നമ്മുടെ ആലപ്പുഴ ഡിനൈറ ബൊട്ടീക്കാണ്. ഓർണമെന്റ് നമ്മുടെ 77 ആണ്. അവർ സെലക്ട് ചെയ്താണോ അതോ സ്വയം? ഫ്രോക്കോ? എനിക്ക് ഫ്രോക്ക് വേണമെന്ന് പറഞ്ഞപ്പം അവർ തന്നെ ഡിസൈൻ ചെയ്തൊക്കെ തന്നതാണ്. കളറ് ഇന്നത് വേണമെന്ന് വല്ലതും പറഞ്ഞോ? കളറ് ഇല്ല, എനിക്ക് സ്ഥിരം ചെയ്യുന്നവരാണ്. അപ്പം അവരെനിക്ക് ചേരുന്ന നല്ലത് കളർ നോക്കി അവരെന്നെ സെലക്ട് ചെയ്തതാണ്. ശരി കേട്ടോ, ബൈ. ബൈ. ഫുഡ് കഴിച്ചോ? കഴിച്ചു. എന്നെ ഉപേക്ഷിച്ചിട്ട് ഇല്ല. കഴിച്ചോ? ഞാൻ പുറത്തുവിടെ നിൽക്കാം. മഴയായില്ലേ? എന്താ പുതിയ പരിപാടികളൊക്കെ? പുതിയ പരിപാടികളൊക്കെ സുഖമായിട്ടിരിക്കുന്നു. ഇനി അടുത്ത കുറച്ച് ആൾക്കാരുടെ കൂടെ കല്യാണം ബാക്കിയുണ്ട് ഞങ്ങളുടെ ടീമിൽ. അവരുടെ കല്യാണം വരാൻ വെയിറ്റിംഗ് ആണ്. പുതിയ എന്തെങ്കിലും ഷോ? ഞാനിപ്പോൾ അമൃത ടി വിയിൽ കോമഡി മാസ്റ്റേഴ്സ് ചെയ്യുന്നുണ്ട്. ഞാനും ശ്രീനിധി, നമ്മുടെ കൗലിയേട്ടൻ, അഖിലേട്ടൻ എല്ലാവരും ഉണ്ട്. അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. നിങ്ങൾ എപ്പോൾ പോകും? എല്ലാവരെയും പറഞ്ഞിട്ടുണ്ട്. കഴിച്ചോ? എല്ലാവരും പോയി തോന്നുന്നല്ലേ? ബിഗ് ബോസിലേക്കല്ലോ നോക്കുന്നു. ബിഗ് ബോസിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു, ആ സമയത്ത് പോയിട്ടില്ല. ഇനി ഉടനെ തുടങ്ങുമല്ലോ പുതിയത്, അപ്പൊ അതിലേക്ക് പോകാൻ ഭാവിയിൽ തീരുമാനം. ഇതുവരെ പോകണ്ടെന്നാണ്. ഭാവിയിൽ ഇനി തീരുമാനം മാറുമെന്ന് അറിയില്ല. നിങ്ങൾ സ്റ്റാർ മാജിക് ടീമിന്റെ വേറൊരു ഷോ ഉടനെ വല്ലതും വരുമോ? അറിയില്ല, അതെല്ലാം അനുപേട്ടൻ്റെ കയ്യിലാണ്. ഉണ്ടെങ്കിൽ സന്തോഷം. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു റീയൂണിയൻ പോലെ ആയിരിക്കും. ടീമിന് ഗിഫ്റ്റ് കൊടുത്തോ? ടീമിന് ഗിഫ്റ്റ് ഞങ്ങൾ ആരും കൊടുത്തിട്ടില്ല. ഇനി വേണം, ഞങ്ങൾ എല്ലാവരും കൂടെ പ്ലാൻ ചെയ്തൊരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അത് സർപ്രൈസ് ആയിട്ട് ഇങ്ങനെ വെച്ചേക്കാം. കഴിഞ്ഞപ്പോഴേക്ക് പനി കിട്ടി. ഇന്നും പനിയായിരുന്നു, അതുകൊണ്ട് പള്ളിയിലോട്ട് വരാതെ ഇവിടെ ഒന്ന് നന്നായിട്ട് ഡാൻസ് ഒക്കെ കളിച്ച് ഐസ്ക്രീം കൂടെ കഴിച്ചപ്പോൾ സെറ്റായി. നാളത്തേക്കുള്ള വൈകുന്നുണ്ട്. താങ്ക് യുടാ, താങ്ക് യു സോ മച്ച്. എല്ലാവരും പറഞ്ഞപ്പോൾ സന്തോഷമായി. ഹെയർ സ്റ്റൈലൊക്കെ സ്വന്തമായിട്ടാണോ അതോ? അല്ലടാ, എനിക്ക് മേക്ക് ഓവർ ചെയ്തേക്കുന്നത് മേക്കപ്പ് ബൈ താര എന്നുള്ള പേജിലാണ്. കോസ്റ്റ്യൂം ഡിനൈറ ബൊട്ടീക്ക്. ഓർണമെന്റ്സ് ഞങ്ങളുടെ സർവീസ് ആൻഡ് ഷോപ്പിംഗ്. ഈ ഓർണമെന്റ്സിനൊക്കെ എത്ര രൂപ വരുമായിരിക്കും? ഈ ഞാനിട്ടേക്കുന്ന മാലയും കമ്മലും ഒറിജിനൽ പേളാണ്. ഇതൊരു ബിലോ 10,000 അടുപ്പിച്ചിട്ടുണ്ട്. എനിക്കൊരു 8,000 സംതിങ് ആണെന്ന് തോന്നുന്നു, ഓർമ്മയില്ല. അത് രണ്ടിതുണ്ട്. ഡ്രസ്സിൻ്റെ റേറ്റ് എനിക്കറിയില്ല, എനിക്ക് അവർ ചെയ്തു തരുന്നത്. സിനിമയിലേക്ക് എന്തെങ്കിലും വിളിക്കുകയും ചെയ്തോ? സിനിമയിലേക്ക് നല്ല അവസരം കിട്ടിയ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു, ആ സമയത്ത് ചെയ്തില്ല. ഇനി നല്ലത് കിട്ടിയാൽ ചെയ്യും. കാട്ടിൽ ഗംഭീരമായിട്ട് ടീമെല്ലാം നടത്തി. നല്ല തിരക്കുണ്ട്, ഭയങ്കര തിരക്ക്. സ്റ്റേജിലൊക്കെ പോയി തിരക്കും ബഹളമായിരുന്നു. പക്ഷെ എന്തായാലും എല്ലാം അടിപൊളിയായിട്ട് കഴിഞ്ഞു. ഫുഡ് കഴിച്ചു. ഞങ്ങൾക്ക് അവിടെ വേറെ സെപ്പറേറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തിരക്കില്ലാണ്ട് കഴിക്കാൻ വേണ്ടി പറ്റും. കഴിച്ചു എല്ലാവരും. അവസാനം മഴയാണ്. ഈ സമയത്ത് നല്ലതാ, ഐശ്വര്യ. ഇനി നിങ്ങളുടെ സ്റ്റാർ മാജിക് ടീമിൽ കല്യാണം കഴിക്കാൻ ഉടനെ സാധ്യതയുള്ള ആരായിരിക്കും? ഉടനെ സാധ്യത ആരുണ്ടെന്ന് വെച്ചാൽ കല്യാണം കഴിക്കാനുള്ളത് അന്ന ചാക്കയുണ്ട്, നമ്മുടെ അനു ഉണ്ട്, നമ്മുടെ തങ്കുണ്ട്, പിന്നെ ജസീലുണ്ട്, ദേവു കുഞ്ഞാണ്, ദേവുണ്ട്. അങ്ങനെ കുറച്ച് ആൾക്കാർ ഇനി ഉണ്ട്. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് തങ്കച്ചേട്ടൻ ഈ പരിപാടി ഇന്ന് വന്നില്ലല്ലോ? തങ്കച്ചേട്ടൻ തങ്കൊന്നും വന്നിട്ടില്ല. കാക്കനാട് ഫ്ലാറ്റ് ഉണ്ടോ? ആ കാക്കനാട് ഫ്ലാറ്റിന് അവിടുത്തെ പാലകശാണ് ഇപ്പോൾ കഴിഞ്ഞത്. അറിഞ്ഞില്ല അല്ലേ? ഒക്ടോബർ 1-ാം തീയതി ആയിരുന്നു. ആരും അറിഞ്ഞില്ല, രഹസ്യമായിരുന്നു. ഞങ്ങൾ കുറച്ച് ഫ്ലാറ്റ് അല്ലേ, അപ്പോൾ ഒരുപാട് ആൾക്കാർ പറ്റില്ലായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് മാത്രം. പക്ഷേ ഞാൻ ഇപ്പോൾ ഓർക്കുന്ന വീഡിയോ ഞാൻ കണ്ട്. ഇൻസ്റ്റയിലൊക്കെ എൻ്റെ ഇതിൽ വന്നിട്ടുണ്ടായിരുന്നു. വലിയ ഫംഗ്ഷനായിട്ടല്ലായിരുന്നു അടുത്തത്. എല്ലാം കല്യാണമെല്ലാം മംഗളമായിട്ട് കഴിഞ്ഞു. ടീമിനെല്ലാം ആശംസകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ടീമിനെ പെണ്ണിനെ സ്വസ്ഥമായിട്ട് വിട്ടേക്കാണ്, എൻജോയ് ചെയ്ത് ജീവിക്കാൻ. ഞാൻ ഇറങ്ങട്ടെ. ടാറ്റ. എല്ലാവർക്കും ടാറ്റ. ഗുഡ് നൈറ്റ്. ഓക്കെ. ഇനി അടുത്ത ഏതെങ്കിലും ഫംഗ്ഷന് കാണാം.